വചനോത്സവം ഓൺലൈനിലെ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം രാത്രിയിൽ ഉറങ്ങുന്നതിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുമുഖത്തെയും ഈശോ നമ്മളോട് സ്നേഹത്തോടെ അരുളി ചെയ്ത ഓരോ വചനങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞതയോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നിദ്രയിലേക്ക് പ്രവേശിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുവാനെടുക്കുന്ന തിരുവചനം സങ്കീർത്തനം 19 അധ്യായം 14 വാക്യമാണ്. അത് ഇപ്രകാരമാണ്: എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമാകട്ടെ. ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ വാക്കുകളും വിചാരങ്ങളും സ്വീകാര്യമാകട്ടെ എന്നുള്ള സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണിത്. സങ്കീർത്തകൻ്റെ പ്രാർത്ഥന ഇതാണ്: എൻ്റെ അധരങ്ങളിലെ വാക്കുകൾ, ഹൃദയത്തിലെ വിചാരങ്ങൾ ദൈവത്തിന് സ്വീകാര്യമായി മാറട്ടെ. അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും, നമ്മുടെ അധരങ്ങളിലൂടെ വരുന്ന വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ, അത് ദൈവത്തിന് സ്വീകാര്യമുള്ള വിചാരങ്ങളും വാക്കുകളുമായി മാറ്റുവാൻ ഉള്ള വലിയ ഒരു പരിശീലനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖം, ഈശോയുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ വിശുദ്ധ കുർബാനയിൽ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഈശോയെ സ്നേഹിക്കാതെ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാതെ ഇരിക്കുക എന്നത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഈശോയുടെ കൂടെ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്? നമ്മുടെ അധരങ്ങളിലൂടെ വരുന്ന വാക്കുകളെ നമ്മളെപ്പോഴും സൂക്ഷ്മമായിട്ട് നമ്മൾ അത് നോക്കണം. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ വീക്ഷിക്കണം. നമ്മുടെ വിചാരങ്ങളും വാക്കുകളും അത് ദൈവത്തിന് സ്വീകാര്യമാക്കിയുള്ള വാക്കുകളും വിചാരങ്ങളുമാക്കി മാറ്റുക. കാരണം എന്താണ്? ഈശോ ഇപ്പോഴും വിശുദ്ധ കുർബാനയിലൂടെ മനുഷ്യനായി, ഒരു വ്യക്തിയായി, സാന്നിധ്യമായി നമ്മുടെ കൂടെയുണ്ട്. ഈശോ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ വിചാരങ്ങളും വാക്കുകളും ഈശോയ്ക്ക് സ്വീകാര്യമുള്ള വിചാരങ്ങളും വാക്കുകളുമാക്കി മാറ്റുക എന്നത് ഓരോ ദിവസത്തിലും നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവായ ഈശോയോട് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന വ്യക്തിയായി വസിക്കുന്ന ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വിചാരങ്ങൾ, ഹൃദയത്തിലെ വിചാരങ്ങളെ അങ്ങേക്ക് സ്വീകാര്യമുള്ള വിചാരങ്ങളാക്കി മാറ്റുവാനുള്ള കൃപ തരണമേ. ഈശോയെ, ഞങ്ങളുടെ അധരങ്ങളിലൂടെ വരുന്ന ഓരോ വാക്കുകളും അങ്ങേക്ക് സ്വീകാര്യമുള്ളതാക്കി മാറ്റുവാൻ കൃപ തരണമേ. നമുക്ക് ഒരു നിമിഷം ഈശോയുടെ മുമ്പിൽ ധ്യാനത്തോടെ, ഭക്തിയോടെ ആയിരിക്കാം. ഒരു ഗാനം ആലപിച്ച് നമുക്ക് ഈശോയെ, എൻ്റെ വിചാരങ്ങളെയും എൻ്റെ വാക്കുകളെയും അങ്ങേക്ക് സ്വീകാര്യമുള്ളതാക്കി മാറ്റുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ
വചനം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് സ്നേഹിക്കേണ്ടത്. ഈ വചനങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, സ്നേഹിക്കണം. കാരണം ഈശോയുടെ അധരങ്ങളിലൂടെ വരുന്ന വാക്കുകളാണല്ലോ ഇതെല്ലാം. ഈശോ നമ്മളോട് പരിശുദ്ധാത്മാവിലൂടെ സ്ലീഹന്മാരിൽ എഴുതി വെച്ചു. അതുകൊണ്ട് ആ വചനങ്ങളെ നമ്മൾ സ്നേഹിക്കണം. നമ്മളത് വായിച്ചാൽ മാത്രം പോരാ. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാക്കുകളൊക്കെ എത്ര സ്നേഹത്തോടെയാണ് ഫോണിലൂടെയും നേരിട്ടുമൊക്കെ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ അവരുടെ വാക്കുകളെ നമ്മൾ സ്വീകരിക്കുന്നില്ലേ? നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? അതുകൊണ്ട് നമ്മൾ ഈശോയെ സ്നേഹിക്കണം. ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ട് സ്നേഹിക്കണം. അത് വചനം കൂടെ വായിച്ചിട്ട് ആ വചനങ്ങളെ നമ്മൾ സ്നേഹിക്കണം. ഈശോയുടെ വചനങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ഇന്ന ദിവസം നമ്മൾ വായിച്ച്, നമ്മൾ ധ്യാനിച്ച്, നമ്മൾ സ്നേഹിക്കുന്ന തിരുവചനം ഇതാണ്. ഈശോയുടെ അധരങ്ങളിലൂടെ അരുളി ചെയ്ത വചനം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇന്ന് കിടക്കയിൽ കിടക്കുമ്പോൾ, കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മുടെ കൂടെ, നമ്മുടെ അരികിൽ ഈശോ ഇരിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം, വിശ്വസിക്കാം. ഈശോ ഉണ്ട്. ഈശോ നമ്മുടെ അടുത്ത്, നമ്മുടെ കട്ടിലിൽ ഇരിപ്പുണ്ട്. ദൈവത്തിനൊന്നും സാധ്യമല്ല. ഈശോയോട് കണ്ണുകൾ അടച്ച് നമ്മൾ പറയണം, ഈശോയെ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. ഈ രാത്രിയിൽ എൻ്റെ കൂടെ ഇരുന്ന് അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അങ്ങയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിലെ അസാധ്യതകളെല്ലാം ദൈവം എന്നെ സാധ്യമാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ കൊണ്ട്, ആന്തരിക മനുഷ്യനെ കൊണ്ട്, നമ്മുടെ വിചാരങ്ങൾ കൊണ്ട് ഈശോയോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നാളത്തെ ദിവസത്തെ ഓരോ പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കട്ടെ. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് നാളത്തെ ദിവസത്തിലെ ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോഴും, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എപ്പോഴും ഉള്ളിൽ ഈ ഒരു കാര്യം ഈശോയോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ പ്രവൃത്തികളും ചെയ്യുവാനായിട്ട് തീരുമാനമെടുക്കാം. ഇതാണ് ഉള്ളിൽ പറയേണ്ടത്. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ദൈവമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്ക് ഓരോരുത്തർക്കും കണ്ണുകൾ അടയ്ക്കാം. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, അത്തരങ്ങളിലെ വാക്കുകൾ എല്ലാം ദൈവത്തിന് സ്വീകാര്യമായി മാറട്ടെ. നമ്മളിന്ന് സ്നേഹിക്കുന്ന തിരുവചനം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എടുക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ വിചാരങ്ങൾ കൊണ്ട് ഈശോയെ, ഞാൻ അങ്ങേ ശരണപ്പെടുന്നു എന്ന് നാളത്തെ ദിവസം പൂർണ്ണമായ എല്ലാ സമയത്തും ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ